Hi students, how to use Google Slides. എങ്ങനെയാണ് ഗൂഗിൾ സ്ലൈഡ്സ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം ഗൂഗിൾ സ്ലൈഡ്സ് എന്താണെന്ന്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ സ്ലൈഡ്സ് യൂസ് ചെയ്യുന്നത് ഓൺലൈനായിട്ട് നമുക്ക് പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ ഗൂഗിൾ സ്ലൈഡ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പം പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പവർ പോയിന്റ്, ഇതൊരു പവർ പോയിന്റിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. ഈ പവർ പോയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓഫ്ലൈനായിട്ട് എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഒരു പ്രസൻറ്റേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പവർ പോയിന്റ് പോലെ പല ആപ്ലിക്കേഷൻസ് നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് നമുക്ക് പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഓൺലൈനായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ സ്ലൈഡ്സ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് നോക്കാം, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ സ്ലൈഡ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഗൂഗിൾ സ്ലൈഡ് ഓപ്പൺ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ സിസ്റ്റത്തിൽ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കാണും. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കുക. ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കി. അതിൻ്റെ അകത്ത് ഒരു ഗൂഗിൾ ക്രോം ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഗൂഗിൾ സ്ലൈഡ് ശരിക്കും ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റാണ്. ശരിക്കും ഗൂഗിളിന് ഗൂഗിൾ പേ, ഗൂഗിൾ മാപ്പ്, അതുപോലെ തന്നെ ഗൂഗിൾ സ്ലൈഡ്, ഗൂഗിൾ ഡോക്ക്, അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് നമുക്കൊന്ന് ലോഗിൻ ചെയ്യാം. ശരിക്കും നമ്മുടെ ജിമെയിൽ ഐ ഡി എല്ലാവർക്കും അറിയാമെങ്കിൽ ജിമെയിൽ ഐ ഡിയും പാസ്വേഡ് ഉണ്ടാകും. അപ്പം ആ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്താൽ മതി. എല്ലാവർക്കും ഒരു മെയിൽ ഐ ഡി ഉണ്ടാകും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ പോകുന്നു. ശരിക്കും നമ്മൾ ഗൂഗിളിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ജിമെയിൽ. അപ്പം ഞാൻ www.google.com എന്ന് എൻ്റർ ചെയ്യുന്നു സെർച്ച് ബാറിൽ. ഇത് ഗൂഗിളിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ സൈൻ ഇൻ ഒരു ഓപ്ഷൻ കാണും. സൈൻ ഇൻ എന്ന് വെച്ചാൽ ഞാൻ ഗൂഗിളിൻ്റെ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യുകയാണ്. സൈൻ ഇൻ കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് അടിക്കുന്നു. എൻ്റെ പാസ്വേഡ് ഇപ്പോൾ ഇവിടെ ചോദിക്കും. നമ്മൾ പാസ്വേഡ് കൊടുത്ത് നെക്സ്റ്റ് അടിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞിട്ടെങ്കിൽ ലോഗിൻ ആയി വരുന്ന ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും. ശരിക്കും ഈ ഒരു വിൻഡോയിൽ ഇപ്പം കണ്ടോ നമ്മുടെ അക്കൗണ്ടിലേക്ക്, എൻ്റെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. അപ്പം ഇതെൻ്റെ ഗൂഗിൾ അക്കൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഗൂഗിൾ ആപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ഈ ഒരു വിൻഡോയ്ക്കകത്ത് ഉണ്ടാകും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു വിൻഡോയിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് പരിചിതമായ പല ആപ്ലിക്കേഷൻ, ഗൂഗിൾ ഡ്രൈവ് ഉണ്ടാകും, ഗൂഗിൾ മീറ്റ് ഉണ്ടാകും, ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ട്, ഗൂഗിൾ മാപ്പ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഗൂഗിൾ കോണ്ടാക്ട് ഉണ്ട്, ഗൂഗിൾ അക്കൗണ്ട് ഉണ്ട്, ജിമെയിൽ, ഇതെല്ലാം നമ്മുടെ ഗൂഗിൾ കലണ്ടർ, ഇതെല്ലാം നമ്മുടെ ഗൂഗിളിൻ്റെ ഓരോ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് വരുമ്പം ഡോക്യുമെൻ്റ് കിടപ്പുണ്ട്, സീറ്റ് കിടപ്പുണ്ട്, സ്ലൈഡ്സ് കിടപ്പുണ്ട്. ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ സ്ലൈഡ്സ്. അപ്പോൾ ഞാൻ ഗൂഗിൾ സ്ലൈഡ് ഇവിടെ ഓപ്പൺ ആക്കുന്നു. ഗൂഗിൾ സ്ലൈഡ്സ് ഓപ്പൺ ആക്കി വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഇവർ ചോദിച്ചിട്ടുണ്ട് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ ഇവിടെ കുറേ ടെംപ്ലേറ്റുകൾ എന്നിട്ടുണ്ട്. ഇത് ഞാൻ പണ്ട് റീസെൻ്റ് ആയിട്ട് ചെയ്ത പ്രസൻറ്റേഷൻസുകൾ ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് എപ്പോഴും എടുക്കേണ്ടത് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ നമ്മൾ ടെംപ്ലേറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു രീതിയിലാക്കി വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം കിടക്കുന്ന അവിടെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എടുക്കുന്നു. ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ആയി വരുന്നത്. ആദ്യം ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കൊക്കെ ശരിക്കും 15 GB ഗൂഗിൾ ഡ്രൈവിൽ സ്പേസ് അവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്പേസ് വേണമെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ആദ്യം ഇതിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക. അൺടൈറ്റിൽഡ് പ്രസൻറ്റേഷനായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് നെയിം വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഇവിടെ കോളേജ് എന്ന് കൊടുക്കുകയാണ്. കോളേജ് എന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ നെയിം കോളേജ് ആയിട്ട് അവിടെ സേവ് ആയി. ഇപ്പോൾ തന്നെ കണ്ടോ സേവിംഗ് എന്ന് പറഞ്ഞ് സേവ് ടു ഡ്രൈവ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മെയിനായിട്ട് ടെംപ്ലേറ്റുകൾ, ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കി കുറേ ടെംപ്ലേറ്റുകളാണ്. ഈ ടെംപ്ലേറ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈ ടെംപ്ലേറ്റ് ഇപ്പോൾ എടുക്കുമ്പോൾ ഈ ബ്ലാക്കിൽ ഒരു സ്ക്രീൻ വരികയും മറ്റു നമ്മുടെ സ്ക്രീനിൽ ബ്ലാക്ക് വരികയും ഇങ്ങനെ ഒരു എഴുത്ത് വരികയും അപ്പോൾ ഈ എഴുത്തെല്ലാം നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതായിട്ടൊരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ നമുക്ക് ഓപ്പൺ ആയി വന്നൊരു വിൻഡോയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻ നോക്കിയാൽ ലേഔട്ട്, തീം, ഇവിടെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ലേഔട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ അകത്ത് പല ലേഔട്ടുകളുണ്ട്. ഇപ്പം ഈ ഒരു ലേഔട്ടിൽ ഇപ്പം നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ ക്ലിക്ക് ടു ആഡ് എ ടൈറ്റിൽ. ഇപ്പം ഞാൻ ഇവിടെ വേണമെങ്കിൽ ഇപ്പം നമുക്ക് ഈ ഒരു രീതിയിലാണ് ഫസ്റ്റ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ ഇവിടെ നമ്മുടെ കോളേജിൻ്റെ പേര് കൊടുത്തു, SJCM എന്ന് കൊടുത്തു. ഇപ്പം ഇവിടെ ടോട്ടൽ സ്റ്റുഡൻസ് 1000 സ്റ്റുഡൻസ് എന്ന് കൊടുത്തു. അപ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ലേഔട്ടിൽ ഇവിടെ ബ്ലാങ്കിന് ലേഔട്ട് കിടപ്പുണ്ട്. വേണമെങ്കിൽ ബ്ലാങ്ക് എടുക്കാം. ബ്ലാങ്ക് എടുത്താൽ നോക്കി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നും ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇതിപ്പം ഇങ്ങനെ ബ്ലാങ്ക് ആണെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ ബ്ലാങ്ക് ആണെങ്കിൽ ഇങ്ങനെ ഒരു ഒന്നുമില്ലാതെ ഒരു ഇതായിരിക്കും വരുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു ചെയ്യാം. ഇപ്പം പുതിയൊരു സ്ലൈഡ് വീണ്ടും താഴത്തേക്ക് വരാൻ വേണ്ടി ഇവിടെ കണ്ടോ ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്തു.
അപ്പം ഇതൊരു ലേഔട്ടിലാണ് വന്നേക്കുന്നത്. ഈ ലേഔട്ട് മാറ്റി ബ്ലാങ്ക് കൊടുത്തു. ഇപ്പൊ നോക്കി ഇതിൻ്റെ അകത്ത് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് വന്നു കഴിയുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ലേഔട്ട് എഡിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ ലേഔട്ട് എടുത്തിട്ട് ഇവിടെ ബ്ലാങ്ക് കൊടുത്തിട്ട് ബ്ലാങ്കിൻ്റെ അകത്ത് ഒന്നും ഇല്ലാതെ കിടക്കും. നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഇതിലേക്ക് നമുക്ക് കണ്ടന്റ് ആഡ് ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഈ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ ആയിട്ട് വെക്കാൻ വേണ്ടി ഇവിടെ ഞാൻ കൊടുത്തു, ഇവിടെ ബികോം എന്ന് കൊടുത്തു. എന്നിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സും ഞാൻ ആഡ് ചെയ്തു. താഴെയായിട്ട് ബികോമിൽ 200 സ്റ്റുഡൻസ് പഠിക്കുന്നത് നോക്കാം. 200 സ്റ്റുഡൻസ് ഞാൻ കൊടുത്തു. ഓക്കെ അല്ലേ? ഫസ്റ്റ് ലൈനിൽ അതുപോലെ തന്നെ എടുത്തു. ലേഔട്ട് ഇല്ലാതെ ബ്ലാങ്ക് ആക്കി ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്തു. എന്നിട്ട് കോളേജ് എന്ന് കൊടുത്തു. കോളേജിന്റെ പേര് കൊടുക്കുകയാണ്, SJCM എന്ന് കൊടുത്തു. ടോട്ടൽ സ്റ്റുഡൻസിന്റെ ഒരു എണ്ണവും കൊടുക്കുകയാണ്, 1000 എന്ന് കൊടുത്തു. ഇപ്പൊ നമുക്ക് 2 സ്ലൈഡുകളായി. പിന്നെ ഇപ്പം സ്ലൈഡുകളെല്ലാം നമുക്ക് ഓർഡർ ആയിട്ട് കിടക്കുന്ന ഈ ഒരു സൈഡിലായി. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിന് ആഡ് ചെയ്യാനാണെങ്കിൽ ഒന്നെങ്കിൽ ഇതേ റൈറ്റ് ക്ലിക്ക് ഞെക്കി കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻ വരും. ഇവിടെ റൈറ്റ് ക്ലിക്ക് ഞെക്കി കഴിഞ്ഞാൽ ന്യൂ സ്ലൈഡ് കാണും. ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്ന് വെച്ചാൽ ആ സ്ലൈഡിന്റെ തന്നെ കോപ്പി ആയിരിക്കും. സ്കിപ്പ് സ്ലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ലൈഡ് അവിടെ ഹിഡൻ ആയിട്ട് കിടക്കും. ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ സ്ലൈഡ് ഷോ കൊടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് കാണിക്കില്ല, പക്ഷേ സ്ലൈഡ് അവിടെ കിടക്കുകയും ചെയ്യും. ഇപ്പൊ ഞാൻ ന്യൂ സ്ലൈഡ് കൊടുക്കുകയാണെങ്കിൽ അതിന് വീണ്ടും പുതിയ സ്ലൈഡ് ഇവിടെ വന്നു. വേണമെങ്കിൽ ലേഔട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ലേഔട്ട് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഇപ്പൊ ഇതിൻ്റെ ഒരു 2 ടെക്സ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്, അത് അത്രേ ഉള്ളൂ ഇതിൻ്റെ ലേഔട്ടും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ബ്ലാങ്ക് ലേഔട്ട് ആയിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. ബ്ലാങ്ക് എടുത്തിട്ട് അതിൻ്റെ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. ഞാൻ ഇതിൻ്റെ വീണ്ടും അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ പേര് കൊടുത്തു, MCOM എന്ന് കൊടുത്തു. അടുത്ത ടെക്സ്റ്റ് ബോക്സ് എടുത്തു. നമുക്ക് എഴുതാൻ എപ്പോഴും ടെക്സ്റ്റ് ബോക്സിലാണ് നമ്മൾ എഴുതുന്നത്. അവിടെ 300 സ്റ്റുഡൻസിന് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഈ ഫസ്റ്റ് സ്ലൈഡ് നമ്മളിപ്പം മൊത്തം ഇവിടെ 3 സ്ലൈഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് സ്ലൈഡിലേക്ക് ഞാൻ എത്തി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലേഔട്ട് എന്താ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇതിൻ്റെ ഇപ്പൊ ഇത്ര ലേഔട്ടുകളാണുള്ളത്. ഇപ്പൊ ഈ ഒരു ലേഔട്ടൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് വരും. നമ്മൾ ബ്ലാങ്ക് എടുത്താണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു കാര്യം ടീമാണ്. ടീം നമുക്കറിയാം, നമ്മുടെ ഫോണിലൊക്കെ ടീമുകളുണ്ട്. നമ്മൾ ടീം മാറുമ്പോൾ അതിനനുസരിച്ച് അതിന്റെ കളറും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാം. അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ അതുപോലെ തന്നെ ഒരു ടീം എടുക്കുകയാണ്. നമുക്ക് ആദ്യം ടീം സെലക്ട് ചെയ്തിട്ട് മുമ്പോട്ട് പോയാൽ മതി. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ടീം നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ സെലക്ട് ചെയ്തിട്ട് മുമ്പോട്ട് പോകാം. ഇപ്പൊ ഞാൻ ഈ ഒരു ടീം എടുക്കുകയാണ്. അപ്പൊ ഈ ടീമിൻ്റെ ആയിട്ട് ഇങ്ങനെ ടീമുണ്ട്, ഇതിൻ്റെ ഒരു കളറൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ അതിൻ്റെ അകത്തേക്ക് വന്നോളും. ഞാൻ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഇമ്പോർട്ട് ടീം കൊടുത്തു. ഇവിടെ ഇമ്പോർട്ട് ടീം കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഏത് സ്ലൈഡിലേക്കാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിരിക്കും. ഇങ്ങനെ ചെയ്യാൻ നമുക്ക് വേറെ മാർഗമുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകുന്നില്ല. നമുക്കിത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് ഇപ്പം ഈ ഒരു ബ്ലാക്ക് ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബ്ലാക്ക് ടീം വന്നു. ഇപ്പം ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ വൈറ്റ് നമുക്ക് കാണാൻ പറ്റാത്ത. പിന്നെ ഇപ്പോൾ ഇതേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഇപ്പം അതിൻ്റെ കളറുകൾ നമ്മൾ നോക്കി അങ്ങനെ മാറി മാറി വന്നോളും. ഇപ്പോൾ ചെറിയ കളർ ചേഞ്ച് അവിടെ വരുന്നുണ്ട് സ്ക്രീനിൽ. ബ്ലാക്ക് ആണ് ബ്ലാക്ക് വരുന്നത്. ഇതിപ്പം ഇതിലൊക്കെ ഇപ്പം ഈ ഒരു സ്റ്റൈല് വരാട്ടെന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമേ ഇതിന്റെ ലേഔട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇത് കണ്ടോ, ഇതേ ക്ലിക്ക് ചെയ്തിട്ട് ലേഔട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ബ്ലാങ്ക് ആയതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ സ്റ്റൈലുകളൊന്നും വരാത്തത്. അല്ലെങ്കിൽ ഇപ്പം ഇതിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് ലേഔട്ടിലാണെങ്കിൽ അതെല്ലാം വന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അത് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലായാലോ നമ്മുടെ ലേഔട്ട് എടുത്ത് ജസ്റ്റ് ആഡ് ചെയ്യുന്ന കാര്യം. ഇനി നമുക്ക് ടീം സെലക്ട് ചെയ്തിട്ട് എങ്ങനെ മുമ്പോട്ട് പോകാൻ നോക്കാം. അപ്പം ഇതിപ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ട് നമ്മൾ ചെയ്താണ് ഇപ്പം കാണിച്ചത് ഞാൻ. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ലേഔട്ടിൻ്റെ അകത്ത് ഇപ്പം ഈ ലേഔട്ടിൻ്റെ അകത്ത് നമ്മൾ ബ്ലാങ്കിലാണ് ഇപ്പോൾ ചെയ്തത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാനാണെങ്കിൽ പോലും ഇപ്പം ഈ SJCM ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനാണെങ്കിൽ പോലും ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇത് ഫിൽ കളറാണ്. ഇത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊരു കളർ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഇനി ഇതിൻ്റെ ഉള്ള ടെസ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനാണെങ്കിൽ ഇതൊക്കെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എൻ്റെ ഫോണ്ടുകളൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ മാറാണെങ്കിൽ മോർ കൊടുക്കുക. മോറിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം കിടപ്പുണ്ടാവും. ടെസ്റ്റ് കളർ ഇവിടെ കിടപ്പുണ്ട്. ടെസ്റ്റ് കളർ എടുത്ത് ടെസ്റ്റ് കളർ കൊടുത്ത് ഭംഗിയാക്കുക. ഇനി ബോൾഡ് ആക്കുകയാണെങ്കിൽ ബോൾഡ് ആക്കുക, ഇറ്റാലിക് ആക്കുകയാണെങ്കിൽ ഇറ്റാലിക് ആക്കുക, അണ്ടർലൈൻ ആണെങ്കിൽ അണ്ടർലൈൻ ആക്കുക, സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സൈസ് ഇൻക്രീസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അലൈൻ സെൻറ്ററായിട്ട് അലൈൻ സെൻറ്റർ കൊടുക്കുക. അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, സ്ലൈഡ് എടുക്കുക, നമ്മുടെ ഈ പറഞ്ഞ കണ്ടന്റിനെ ജസ്റ്റ് കണ്ടോ. ഇപ്പം BCom ആണെങ്കിൽ BCom സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ 200 സ്റ്റുഡൻസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ ഓപ്ഷൻ ഇങ്ങനെ മാറിയിട്ടുണ്ടാകും. നമ്മുടെ ഒരു ഫോർമാറ്റ്
ടെസ്റ്റ് ടൂൾ ബാർ വന്നിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് നിങ്ങൾ ചേഞ്ച് ചെയ്യുക കാര്യങ്ങൾ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഫോണ്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ മോർ ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ബുള്ളറ്റ് ഇടാനും നമ്പറിംഗ് ലിസ്റ്റ് ഇടാനുള്ള എല്ലാ ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇത്രയാണ് ബേസിക് ആയിട്ട് ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ഇനിയിപ്പം നമുക്ക് തീം വെച്ചുള്ള പറയാം. ജസ്റ്റ് ഞാൻ ഫയൽ എടുത്തു, ന്യൂ എടുത്തു, പ്രസന്റേഷൻ എടുത്തു. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ വീണ്ടും കോളേജ് 2 എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഒരു മിനിറ്റ്, നെറ്റ് ഒന്ന് കട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. സോറി, നെറ്റ് ഒന്ന് ഡിസ്കണക്ട് ആയി പോയതായിരുന്നു. നമുക്ക് തിരിച്ചു വരാം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ ടീം സെറ്റ് ചെയ്യാമെന്നായിരുന്നു. ഇപ്പം നമ്മൾ ഇവിടെ ഈ സ്ക്രീൻ നമ്മൾ ഈ ഒരു പവർ പോയിന്റ് പുറത്തായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ ലേഔട്ടും ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻസ് ഒക്കെ വരും. ഇപ്പം നമ്മൾ ഇവിടെ ലേഔട്ടിൽ കൊടുത്തിരുന്ന ബ്ലാങ്ക് ആയിരുന്നു കൊടുത്തു വെച്ചിരുന്നത്. അപ്പോൾ ഈ ബ്ലാങ്ക് കൊടുത്തു വെച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇതിപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ ബ്ലാങ്കിന് കൊടുക്കുമ്പോൾ നമ്മളാണ് തീരുമാനിക്കുന്നത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം, എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ലേഔട്ട് ബ്ലാങ്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫുള്ള് സെറ്റ് ചെയ്യുന്നത് നമ്മളായിരിക്കും. ഇപ്പം ഇവിടെ വെച്ച് നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു ടീം സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തപ്പം ഇതിവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ ഇത് കാണിക്കാത്ത നമ്മൾ ലേഔട്ട് ഏത് കിടക്കുന്നതുകൊണ്ടാ ബ്ലാങ്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ ഈ ഫസ്റ്റ് ലേഔട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ടൈറ്റിൽ സ്ലൈഡ് എന്നുള്ളതിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലേക്ക് ചേഞ്ച് ആയി വരും. അപ്പോൾ ആ മൊത്തം ഇതിൻ്റെ വരുന്നത് ചേഞ്ച് ചെയ്ത് ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, ആഡ് സബ് ടൈറ്റിൽ എന്നുള്ളൊരു ബോക്സ് ഉണ്ടാവും. അത് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊക്കോളും. ഇങ്ങനെ നമുക്ക് ഇതിലേക്ക് ടീമുകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് അത് വരണമെങ്കിൽ വീണ്ടും ഞാൻ ഇതിലെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ലേഔട്ടിൻ്റെ അത് എന്ത് ചേഞ്ച് ചെയ്താൽ മതി, നമ്മൾ ടൈറ്റിൽ സ്ലൈഡ് അങ്ങ് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇത് വരും, ബാക്കി കളഞ്ഞു വെച്ചാൽ മതി. ഇനി ജസ്റ്റ് ആദ്യമേ നമ്മൾ ടീം സെറ്റ് ചെയ്ത് എങ്ങനെ മുമ്പോട്ട് പോകും. അപ്പോൾ ഒന്നെങ്കിൽ ബ്ലാങ്ക് വഴി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടീമിനെ സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എങ്ങനെ നമുക്ക് ആദ്യം ടീമിനെ സെറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് വരാൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഫയൽ എടുക്കുക, ന്യൂ എടുത്തു, ഒരു പുതിയ പ്രസന്റേഷൻ കൊടുത്തു. അത് നമ്മൾ സാധാരണ ഓപ്പൺ ആയി വരുന്ന പോലെ തന്നെ കേട്ടോ. ഇപ്പോൾ ഒരു പ്രസന്റേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യം നമ്മൾ ഇതിൻ്റെ പേര് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ഞാനിവിടെ കോളേജ് 2 എന്ന് കൊടുത്തു. അപ്പോൾ അത് ഇവിടെ ലേഔട്ടൊക്കെ സെറ്റായിട്ടേ കിടക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ പോകുന്നു. ഞാൻ ബ്ലാങ്കിലേക്ക് ലേഔട്ട് ബ്ലാങ്ക് ആക്കുന്നില്ല, കിടക്കുന്നതിൽ തന്നെ കിടന്നോടെ ടീം എടുക്കുന്നു. ആദ്യം തന്നെ ഞാൻ ടീം സെറ്റ് ചെയ്യുകയാണ്. എനിക്ക് ഇതിൻ്റെ അടുത്ത് നോക്കി എനിക്കൊരു ഇഷ്ടപ്പെട്ട ഈ ടീം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തു. ഈ ടീം ഇവിടെ സെറ്റായി. അപ്പം ഈ ടീമിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് എല്ലാ കാര്യം ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് കൊടുക്കേണ്ട ആദ്യം ഞാൻ പറഞ്ഞത് ഈ കോളേജിൻ്റെ അകത്ത് നമ്മൾ ചെയ്തത്, ഈ കോളേജ് ചെയ്തത് നമ്മൾ തന്നെയാണ്. ടീം സെറ്റ് ചെയ്തതും അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തത് നമ്മൾ തന്നെയാണ്. ഇതിവർ ഓൾറെഡി കണ്ടോ, ചെറിയൊരു കളർ വരെ ഇവർ നമുക്ക് തന്നിട്ടുണ്ട്. കളർ തന്നിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് തന്നിട്ടുണ്ട്, ഓൾറെഡി ടീം തന്നിട്ടുണ്ട്. ആ ടീമിൻ്റെ അകത്ത് നമ്മൾ കയറി ചെയ്യുകയാണ്. അപ്പം ഞാൻ കോളേജിൽ നിന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. കോളേജിൻ്റെ SJCM എന്ന് കൊടുത്തു. ഇവിടെ സ്റ്റുഡൻസിൻ്റെ എണ്ണം കൊടുക്കുകയാണ്. 1000 സ്റ്റുഡൻസിന് കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ ഒന്നെങ്കിൽ പ്ലസ് ക്ലിക്ക് ചെയ്ത് ന്യൂ സ്ലൈഡ് കൊടുക്കുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ആക്കി ന്യൂ സ്ലൈഡ് എന്ന് കൊടുക്കുക. അപ്പോൾ അതേ ടീമിൽ തന്നെ വീണ്ടും വന്നോളും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇവിടെ നമുക്ക് അടുത്ത് കൊടുക്കേണ്ട കാര്യം. അപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ലേഔട്ട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇപ്പം ഈ ചെറിയ ലേഔട്ട് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് വേണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ആക്കി ഡിലീറ്റ് കൊടുക്കുക. ഈ സെയിം സ്ലൈഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ആക്കി ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് കൊടുക്കുക. സെയിം സ്ലൈഡ് തന്നെ വേണമെങ്കിൽ കണ്ടോ. അപ്പോൾ അതേ സ്ലൈഡ് വന്നു. അടുത്തതിൻ്റെ ഇത് ജസ്റ്റ് കണ്ടെന്നാൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ BCom എന്ന് കൊടുത്തു. സ്റ്റുഡൻസ് 100 ആക്കി. ഞാൻ 101 സ്റ്റുഡൻസിനാക്കി. ഇനി എനിക്ക് അടുത്ത MCom ആക്കി വീണ്ടും ഇവിടെ റൈറ്റ് ക്ലിക്ക് ആക്കി ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ BCom മാറ്റിയാൽ എന്താക്കും, MCom ആക്കാം. നമ്മൾ ഓരോ എക്സാമിന് എന്തെങ്കിലും സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്യാനേ പറയുള്ളൂ. നിങ്ങൾക്ക് ടീം യൂസ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ MCom എന്ന് കൊടുത്തു. സ്റ്റുഡൻസ് 200 ആക്കി.
അപ്പോൾ വേണമെങ്കിൽ ഇനി നമുക്ക് പുതിയൊരു കണ്ടന്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും നമുക്ക് പഴയ പോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യുക, ടെക്സ്റ്റ് ബോക്സിനെ വെക്കുക, എന്നിട്ട് എന്താണ് ഹെഡിങ് കൊടുക്കേണ്ടത്, ഡിപ്പാർട്ട്മെന്റിനോ എന്താണ് കൊടുക്കേണ്ട വേണ്ടി കൊടുക്കുക, നമുക്ക് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം അവിടെ കൊടുക്കാം, ടൈപ്പ് ചെയ്യാനുള്ളതെല്ലാം ടൈപ്പ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്തെങ്കിൽ ഫോണ്ടിന് നമുക്ക് ഇതിൻ്റെ ഇഷ്ടമുള്ള ഫോണ്ട് ഏതാണ് എടുത്ത് കൊടുക്കുക. ഈ പറഞ്ഞ ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഫോർമാറ്റിംഗ് ടൂൾ ബാർ വന്നോളും, നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. എന്നെ സെലക്ട് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ഇപ്പം ഫോണ്ട് ഞാൻ ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പം ബോൾഡാക്കി, ഇറ്റാലിക്കാക്കി, അണ്ടർലൈൻ കൊടുത്തു, അതിൻ്റെ കളർ ഞാനൊരു റെഡ് കൊടുത്തു. അപ്പോൾ ആ പറഞ്ഞ ഓപ്ഷൻസും പിന്നെ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ, ഇവിടെ സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പേര് നമുക്കൊരു ലിസ്റ്റാക്കി കൊടുക്കണം, BCom, MCom. അപ്പോൾ എനിക്ക് ഇത് ഡോട്ട് ഇട്ട് വരണമെന്ന്, ഇപ്പം 3 BCom MCom എനിക്ക് ഡോട്ട് ഇട്ട് വരണമെങ്കിൽ ഈ BCom MCom സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിവിടെ നമുക്ക് ലിസ്റ്റ് ഉണ്ടാകും. ഇപ്പം ബുള്ളറ്റ് ലിസ്റ്റ് ആണെങ്കിൽ ബുള്ളറ്റ് കൊടുക്കുക, അപ്പോൾ അത് ബുള്ളറ്റ് ആയിട്ട് വരും. കണ്ടോ, ബുള്ളറ്റ് ആയിട്ട് വരും. നമ്പർ ലിസ്റ്റ് ആണെങ്കിൽ നമ്പറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്പറായിട്ട് വന്നോളൂ. ഓക്കെ അല്ലേ? ഡിപ്പാർട്ട്മെന്റ് BCom MCom ഓക്കെ ആണല്ലോ. ഇത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിനെ ഇവിടെ വരുമ്പോഴത്തേക്കും പ്ലസ് സൈൻ വരും, അതിനെ എടുത്ത് വെച്ച് നമ്മൾ എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ മൂവ് ചെയ്തൊക്കെ വെക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇങ്ങനെ നിങ്ങൾ സ്ലൈഡുകളെ ഭംഗിയാക്കുക. ഒന്നാമത് ഇതിപ്പം ഈ MComന്റെ ഉള്ളിൽ ഒരു കളറൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇവിടെ ഇപ്പം ഫിൽ കളറിന് ഓപ്ഷൻ ഉണ്ടാവും, അത് വെച്ച് നമ്മൾ അതിൻ്റെ അകത്ത് കളർ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടല്ലോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ ഇപ്പോൾ ഈ സ്ലൈഡിൽ ഒരു ഷേപ്പ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഷേപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ടാകും, അതിൻ്റെ അകത്ത് നമുക്ക് ഷേപ്പുകളൊക്കെ എടുക്കാം. ഷേപ്പുകൾ വേണ്ട ഷേപ്പ് ഏതാണെന്ന് അതൊക്കെ എടുത്ത് നമുക്കിവിടെ ആഡ് ചെയ്തൊക്കെ വെക്കാം. ഓക്കെ അല്ലേ? എൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. എൻ്റെ കാര്യങ്ങളും ഇവിടെ അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം മേളിൽ കൂടെ നമുക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഇത് ചെല്ലുമ്പോൾ ഓരോ കാര്യങ്ങളും എന്താണെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ ഫോണ്ട്, ഇത് ഫോണ്ടാണെന്ന്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഓർക്കുന്നു. ഇനി നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇങ്ങനെ നമ്മൾ എത്ര സ്ലൈഡാണോ സ്ലൈഡുകളെല്ലാം ക്രിയേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ അടുത്ത സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് ആക്കിയിട്ട് ന്യൂ സ്ലൈഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഇതേ സ്ലൈഡ് വരാനാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് കൊടുക്കുക. പുതിയ സ്ലൈഡ് ഉണ്ടാക്കാനായി ന്യൂ സ്ലൈഡ് കൊടുക്കുക, സെയിം മോഡൽ സ്ലൈഡ് വരാൻ വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പം ഇനി അടുത്തൊരു കാര്യം, ഇതിൻ്റെ അടുത്ത് നമുക്ക് കൊടുക്കാൻ ആനിമേഷനും ട്രാൻസ്മിഷനുമാണ്. ആനിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലൈഡിൻ്റെ ഉള്ളിലുള്ള ഒരു ഒബ്ജക്റ്റിന് കൊടുക്കുന്നതാണ് ആനിമേഷൻ എന്ന് വെച്ചാൽ. ഒബ്ജക്റ്റിന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സർക്കുലർ ഒബ്ജക്റ്റാണ്, MCom എന്നുള്ള ടെസ്റ്റർ ഒബ്ജക്റ്റാണ്, 200 സ്റ്റുഡൻസ് എന്നുള്ള ഒബ്ജക്റ്റാണ്, ഡിപ്പാർട്ട്മെന്റ് BCom MCom ഇതൊരു ഒബ്ജക്റ്റാണ്. അപ്പം ഞാൻ ഇതിനൊരു ആനിമേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ആനിമേഷൻ എന്നൊരു ഓപ്ഷൻ നമ്മൾ ഇതേ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആനിമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ആനിമേറ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഓപ്ഷൻ മാറി ഒരു ആനിമേഷൻ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ തിയറി ടെസ്റ്റ് പഠിച്ച സമയത്ത് സ്ലൈഡിൻ്റെ അകത്ത് ആനിമേഷൻ കൊടുക്കണമെന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. സ്ലൈഡിൻ്റെ ട്രാൻസ്മിഷനും ഇൻസേർട്ടിൻ്റെ അകത്ത് ആനിമേഷനും ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്. ഇൻസേർട്ടിൻ്റെ അകത്ത് ആനിമേഷൻ കിടപ്പുണ്ട്, അതിൽ ആനിമേഷൻ ക്ലിക്ക് ചെയ്താലും ഇവിടെ വരും. ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനൊരു ആനിമേഷൻ അതിൻ്റെ അകത്ത് ഏതാണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒക്കെ കിടപ്പുണ്ട്, അതിൻ്റെ അകത്ത് ഏതാണ് ഫ്ലൈ ഇൻ ഫ്രം ലെഫ്റ്റ് എന്ന് കൊടുത്തു. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരാനായിട്ട് പ്ലേ കൊടുക്കുക. പ്ലേ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു കീബോർഡിലെ ബട്ടൺ, അത് സ്പേസ് ബാർ ഞാൻ പ്രസ് ചെയ്തു. അപ്പം അത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നായിട്ട് കാണാം. ഇനിയിപ്പോൾ ഈ പറഞ്ഞ കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നായിട്ട് നമുക്ക് കാണാം. ഇനി ഈ പറഞ്ഞ MCom സെലക്ട് ചെയ്തു, അതിന് ഞാൻ ആനിമേഷൻ കൊടുക്കാൻ ഞാൻ മാറ്റി MCom സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആഡ് ആനിമേഷൻ എന്ന് കൊടുത്തു. അപ്പം MComനുള്ള ആനിമേഷൻ ഏതാണ് ഇവിടെ വന്നു, അത് ക്ലിക്ക് ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ വേറൊരെണ്ണം സൂം ഇൻ കൊടുത്തു. സൂം ഇൻ ആയി. അപ്പോൾ വന്നു കഴിയുമ്പോൾ സൂം ഇൻ ആയിക്കോളും. ഇനി ഈ പറഞ്ഞ 200 സ്റ്റുഡൻസിനെ ഞാൻ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആഡ് ആനിമേഷൻ കൊടുത്തു. അതിലേക്ക് ഞാൻ വേറൊരെണ്ണം സൂം ഔട്ട് കൊടുത്തു. അത് ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് 200 സ്റ്റുഡൻസിനെ സൂം ഔട്ട് എന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു.
ഇത് പ്ലേ ചെയ്ത് നമുക്ക് നോക്കാം കേട്ടോ. പ്ലേ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കീബോർഡിലെ കീ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ കണ്ടോ, എംകോം സൂമായി വന്നു. അടുത്ത് 200 സൂം ഔട്ട് ആയി പോയി. ഓരോ തവണയും ഞാൻ സ്പേസ് ബാർ പ്രസ് ചെയ്തപ്പോൾ ഓരോ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത ആനിമേഷൻ, എംകോമിന് കൊടുത്ത ആനിമേഷൻ, 200 സ്റ്റുഡൻസിന് കൊടുത്ത ആനിമേഷൻ എല്ലാം പ്രസന്റ് ആയിട്ട് വന്നു. ഇനിയിപ്പം ഇതാണ് ആനിമേഷൻ എന്നുള്ളത്. നമ്മുടെ സ്ലൈഡിന്റെ ഉള്ളിൽ ഒബ്ജക്റ്റിന് കൊടുക്കുന്നതാണ് ആനിമേഷൻ. ഇനി ട്രാൻസ്മിഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോൾ സ്ലൈഡുകളെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇപ്പോൾ ട്രാൻസ്മിഷൻ ഓപ്ഷൻ വന്നോളൂ. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചാണ് ഇവിടുത്തെ ഇപ്പം മുമ്പേ നമ്മൾ സ്ലൈഡിൽ ഒരു ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ അപ്പോൾ അവർക്ക് തോന്നി നമുക്ക് ആനിമേഷൻ ആണ് വേണ്ട, ആനിമേറ്റ് എന്ന ഓപ്ഷൻ ഇവിടെ തന്നു. ഇപ്പം നമ്മൾ സ്ലൈഡിലാണ് ഇവർ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്തായി വന്നോളും, ട്രാൻസിഷൻ വന്നോളൂ. ഇപ്പൊ നമ്മൾ തിയറി പഠിച്ചപ്പം സ്ലൈഡിലാണ് ട്രാൻസിഷൻ കിടക്കുന്നതെന്നും ഇൻസേർട്ടിലാണ് ആനിമേഷൻ കിടക്കുന്നതെന്നുമാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. നമ്മൾ തിയറിക്ക് പഠിച്ചത്. അപ്പൊ ഞാൻ ഈ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് ട്രാൻസിഷൻ എടുത്തു. ട്രാൻസിഷൻ്റെ ആയിട്ട് ഞാനൊരു ട്രാൻസ്മിഷൻ കൊടുക്കുകയാണ്. സ്ലൈഡ് ഫ്രം റൈറ്റ് സൈഡിൽ നിന്ന് വരത്തേന് കൊടുത്തു. പ്ലേ കൊടുക്കുമ്പോൾ നമുക്ക് നോക്കാം. റൈറ്റ് സൈഡിൽ നിന്ന് സ്ലൈഡ് വന്നു. അടുത്ത സ്ലൈഡിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അതിന് വേണ്ട അടുത്ത സ്ലൈഡ് ഞാൻ വീണ്ടും ഇവിടെ വന്ന് സ്റ്റോപ്പ് ആയില്ല കേട്ടോ. സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പ് നിർത്തുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ലൈഡിൽ വന്ന് ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന് ഞാൻ വേറൊരു ഫെയ്ഡ് എന്ന ഓപ്ഷൻ കൊടുത്തു. ഈ അപ്ലൈ ടു ഓൾ സ്ലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ 3 സ്ലൈഡിനും നമ്മുടെ ഈ ഒരു ട്രാൻസ്മിഷൻ വന്നോളൂ. പ്ലേ ചെയ്ത് നോക്കണേ, പ്ലേ ചെയ്ത് നമുക്ക് നോക്കാം. ഫീഡായി പോകുന്നതായിട്ട് വന്നു. ഇനി അടുത്ത സ്ലൈഡിൽ ഞാൻ വേറൊരു ആനിമേഷൻ കൊടുത്ത് ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിനായിട്ട് ഞാൻ ക്യൂബ് എന്നൊരു ഓപ്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കാണണമെങ്കിൽ നമുക്ക് പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? 3 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി ഇപ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും നമ്മളിപ്പം ട്രാൻസ്മിഷൻ ആണ് കൊടുത്തെങ്കിൽ ട്രാൻസ്മിഷൻ പ്ലേ ചെയ്ത് നിൽക്കുകയാണ്. സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പായി നിന്നോളും. അപ്പം 3നും നമ്മളിപ്പം ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് കൊടുത്ത ട്രാൻസ്മിഷൻ ആണ്. അപ്പോൾ ഇതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം സ്ലൈഡ് ഫ്രം റൈറ്റ്. അടുത്തേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഫെയ്ഡ് മാറ്റി വേറെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മാറ്റി കൊടുക്കാം. ഫ്ലിപ്പ് ആണെങ്കിൽ ഫ്ലിപ്പ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. മാറ്റി കൊടുക്കാം. അടുത്ത ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും അതിൻ്റെ ക്യൂബ്, അങ്ങനെ എല്ലാത്തിൻ്റെയും ട്രാൻസ്മിഷൻ ഇപ്പോൾ ഇതേ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ട്രാൻസ്മിഷൻ ഏതാ കൊടുത്തതെന്ന് കാണാം. ഇനി ഇത് ഇത്രയും ചെയ്ത് നമുക്ക് വേണ്ടത് സ്ലൈഡുകൾ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് പ്രസന്റ് ചെയ്യാൻ വേണ്ടി സ്ലൈഡ് ഷോ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. ഈ സ്ലൈഡ് ഷോ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്ലൈഡ് വന്നു. ഇതിപ്പം ലാസ്റ്റ് സ്ലൈഡ് സെലക്ട് ആയിരുന്നു അവിടെ നിന്നാണ് വന്ന് ഞാൻ ഫസ്റ്റ് സ്ലൈഡെ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് വേണം സ്ലൈഡ് ഷോ കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഏത് സ്ലൈഡാണ് വെക്കുന്നത് അവിടെ നിന്നാണ് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഫസ്റ്റ് സ്ലൈഡെ വെച്ചു. അത് കഴിഞ്ഞിട്ട് സ്ലൈഡ് ഷോ കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്ലൈഡ് എന്ന് വന്നുള്ളൂ. ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യാൻ കാണാം സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ് കൊടുത്താൽ ഫസ്റ്റ് തന്നെ വരും. ഇല്ലെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് കൊടുക്കുമ്പോൾ നേരെ ഫസ്റ്റ് ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ മുമ്പേ നമ്മൾ സെലക്ട് ചെയ്ത് 3ാമത്തെ സ്ലൈഡ് കിടന്നുകൊണ്ട് 3ാമത്തെ സ്ലൈഡ് തന്നെയാണ് വന്നത്. ഫസ്റ്റ് സ്ലൈഡ് സെലക്ട് ചെയ്തിട്ട് ഞാൻ സ്ലൈഡ് ഷോ എന്ന് കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് സ്ലൈഡ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കീബോർഡിൽ ഏതെങ്കിലും കീ പ്രസ് ചെയ്യുമ്പോൾ സ്പേസ് ബാർ പ്രസ് ചെയ്തു. അപ്പോൾ ഫ്ലിപ്പായിട്ട് അടുത്ത സ്ലൈഡ് കടന്നു വന്നു. അടുത്ത് ഞാൻ വീണ്ടും സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് ക്യൂബ് പോലെ അടുത്ത സ്ലൈഡ് കടന്നു വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തെ കാര്യങ്ങൾക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് 2 സ്ലൈഡിൽ നമ്മൾ ആനിമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ ഞാൻ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുക, ഡിപ്പാർട്ട്മെന്റ് വന്നു. അടുത്തത് ഡിപ്പാർട്ട്മെന്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മൂവ് ആയിട്ട് വന്നു. അടുത്ത എംകോം നമുക്ക് സൂം ആയിട്ട് വന്നു. 200 സ്റ്റുഡൻസ് സൂം ഔട്ടാണ് കൊടുത്ത്. അടുത്ത ക്ലിക്ക് ചെയ്യുമ്പോൾ 200 സ്റ്റുഡൻസ് സൂം ഔട്ട് ആയിട്ട് നമ്മുടെ സ്ലൈഡിൽ നിന്ന് പോയി. നമ്മൾ കൊടുത്ത ആനിമേഷൻസ് എല്ലാം വർക്കായി. ഇനി പുറത്തേക്ക് പോകാനായിട്ട് എസ്കേപ്പ് കീ പ്രസ് ചെയ്യുക. എസ്കേപ്പ് പ്രസ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ഗൂഗിൾ സ്ലൈഡ്. ശരിക്കും പറഞ്ഞാൽ ഈ ഗൂഗിൾ സ്ലൈഡിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് ഒരേ സമയത്ത് വർക്ക് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസ് ആണ് ഈ ഷെയർ കിടക്കുന്നത്. ഇപ്പം ജസ്റ്റ് ഇത് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ആർക്ക് ഈ ലിങ്ക് കൊടുത്താൽ ഈ ലിങ്ക് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ലിങ്ക് കോപ്പി ചെയ്ത് വെച്ചു. അതിന് ഷെയർ എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഞാൻ ചേഞ്ച് ചെയ്ത് എനിവൺ വിത്ത് ലിങ്ക് എന്ന് കൊടുത്തു.
ഞാൻ ഈ ലിങ്ക് വീണ്ടും കോപ്പി ചെയ്യും. അപ്പം ഈ കയ്യിലുള്ള ലിങ്ക് ഞാൻ ആർക്ക് കൊടുത്താലും, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ലിങ്ക് ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ വെച്ച് പേസ്റ്റ് ചെയ്താലും നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ വരുന്നത് നമ്മൾ ഈ ചെയ്ത സ്ലൈഡിലേക്ക് അയക്കും. അപ്പം നിങ്ങൾക്കും ഈ സ്ലൈഡിൽ നിന്ന് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ സാധിക്കും, എനിക്കും ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വേറൊരു വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഇത് നമുക്ക് ഗൂഗിൾ മീറ്റിനൊരു ഓപ്ഷൻ ഇതിൻ്റെ ഒരു പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരേ സമയത്ത് ഇപ്പം നിങ്ങളുടെ മെയിൽ ഐ ഡി ഞാൻ ഇവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഗൂഗിൾ മീറ്റിൽ കോൾ വരികയും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും സംസാരിച്ച് നമുക്ക് ഈ പ്രസൻറ്റേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് ഓർക്കുന്നു. അപ്പം താങ്ക് യു.